ഒരു കാര്യം ഞാൻ കൂടി പറയാം, താങ്കൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഭരണഘടനയ്ക്ക് ഭേദഗതി നിർമ്മിച്ചുകൊണ്ട് മാത്രമല്ല ഇവർ ഹിന്ദു രാഷ്ട്ര പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. ഈ ഭരണഘടന വച്ചുകൊണ്ട് തന്നെ ഇതിനെ ഉള്ളിൽ നിന്ന് തുരങ്കം വെച്ചുകൊണ്ടാണ് ആർട്ടിക്കിൾ 320 CAA പിന്നെ ഏക പാർട്ടിയും ഏക തിരഞ്ഞെടുപ്പും അവർ പരിപാടിയിടുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ ഇതിന്റെ പുറന്തോട് നിലനിർത്തിക്കൊണ്ട് ഇവർക്ക് ഈ പറയുന്ന ഇവരുടെ ഹിന്ദുത്വ ഫാസിസ്റ്റ് പരിപാടി നടപ്പിലാക്കാൻ കഴിയുമെന്നും നമുക്ക് ചരിത്രം മനസ്സിലായിട്ടുണ്ട്. കാരണം ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ വെച്ചു, എങ്ങനെ ഒരു ഭരണഘടനയും മാറ്റാതെയാണ് മോഡിയും RSSും കൂടി ഈ പറയുന്ന പാവ ഇലക്ഷൻ കമ്മീഷനെ ഇന്ത്യയിൽ നിയമിച്ചതല്ലേ? ആ പാവ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടനയും നിലനിൽക്കേണ്ടത്. അപ്പൊ ഇവരുടെ പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇവരൊരു മാരീചരാണ്. പല വേഷങ്ങൾ പല സമയത്തും ഇവർ എടുക്കും. ചില സമയത്ത് ഭരണഘടനയുടെ സംരക്ഷണം ഞങ്ങൾ ഭരണഘടന കേട്ടു, ചില സമയത്ത് ഭരണഘടനയെ മറയാക്കി ഇവർ അവരുടെ രാഷ്ട്രീയം കൊണ്ടുവരും. ഇത് കൃത്യമാണ് താങ്കൾ പറഞ്ഞതുപോലെ. ഇതിന് കൃത്യമായ ഉദാഹരണം താങ്കൾ പറഞ്ഞതുപോലെ കാശ്മീരിൽ നിന്ന് ഒമർ അബ്ദുള്ള കൃത്യമായി പറഞ്ഞു എന്താണ് സംഭവിച്ചത് കാശ്മീരിൽ നിന്ന്. വേറെ ഒരു പാർട്ടിക്കും ജയിക്കാത്ത വണ്ണം കാശ്മീരിൽ ജമ്മുവിൽ അവർ പുനർനിർണയം നടത്തി. ആസാമിലെ കേരളത്തിലെ മലയാളി കേൾക്കേണ്ടതാണ്, ഇനി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ ഇവിടെ പണിയെടുത്ത ആളുകൂടിയാണ്. അതിന്റെ ഏറ്റവും ദുഷ്കരമായ സമയത്ത് നെല്ലി മാസക്കറിന്റെയൊക്കെ സമയത്ത് അവിടെ 36 മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് നിർണായകമായ ശക്തിയുണ്ടായിരുന്നു. അത് അമിത്ഷായും അദ്ദേഹത്തിന്റെ അനുചരനായ ഇപ്പോഴത്തെ കോൺഗ്രസിൽ നിന്ന് കൂറുമാറി കോൺഗ്രസിനെ അടപടലം കൊണ്ടുവന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം കൂടി 36നെ 25 25 കുറയ്ക്കാൻ അവർക്ക് എന്തുകൊണ്ടും ഇപ്പോൾ കഴിഞ്ഞില്ല. ഇത് രണ്ടും നമ്മുടെ തൊട്ടു മുൻപ് നടന്ന സംഭവമാണ്. ഇത് കൊണ്ടുവരുന്നതിന് മുൻപ് ഇത് ആസാമിലെയും ജനങ്ങളും കാശ്മീരിലെ ജനതയും ഇത് തിരിച്ചറിഞ്ഞതാണ് എന്താണ് ഈ വഞ്ചനയുടെ പുറകിലെന്ന്. അതുകൊണ്ട് ബംഗാളിൽ വേഗം തിരിച്ചറിയാൻ കഴിഞ്ഞു. പക്ഷെ ഇതിന് അവർ വിചാരിക്കാത്തത് ഈ ഐക്യം ഒരിക്കലും അവർ സങ്കല്പിച്ചില്ല. ഇന്ത്യ ബ്ലോക്കിനെ പോലെ ശിഥിലമായി പടവെട്ടി അന്യോന്യം കുതികാൽ വെട്ടി സംസ്ഥാനങ്ങളിൽ നക്കാപ്പിച്ച കിട്ടി മുഖ്യമന്ത്രിയാവാൻ നടക്കുന്ന ഒരു സംഘം ഈ ഇന്ത്യയിലുണ്ടല്ലോ. അവർ ഞാൻ അവിടെയാണ് നേരത്തെ പറഞ്ഞത്, ഇന്ത്യ ബ്ലോക്ക് CPM ഇടതുപക്ഷത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അവർക്ക് പോകാനായിട്ട് CPM താങ്കൾ എന്തിനാണ് ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്? ഒരു ചെറിയ കക്ഷി കേരളത്തിൽ താങ്കളുടെ താങ്കൾ അത് ചെയ്തുകൊള്ളൂ, അത് സന്തോഷം. അത് മലയാളിക്ക് പറയുമ്പോൾ കുറച്ച് കേരളത്തിൽ ഇന്ത്യ ബ്ലോക്ക് എന്ന കൺസെപ്റ്റ് തന്നെ ഇല്ലാത്തതിന് കാരണം അവിടുത്തെ അതുകൊണ്ടാണ് ഞാൻ CPM അവസാനം പറയാം. അത് കാര്യമില്ല, പറയാം. CPM അത്ര ഒരു പ്രധാന പ്ലെയർ അല്ലല്ലോ. പ്രത്യേകിച്ച് യെച്ചൂരിയുടെ മരണശേഷം അതത്ര ദേശീയ തലത്തിലെ ഒരു നേതൃത്വപരമായ പങ്കും അവർക്കില്ല. അപ്പൊ നമ്മളുടെ ഒരു CPM പറഞ്ഞാൽ ഇത് കേരളത്തിലെ രാഷ്ട്രീയമാവുന്ന കാലഘട്ടം മാറി. ഇനി അത് അധികം കൊണ്ട് നടക്കാൻ പറ്റില്ല. ഞാൻ ഇന്ത്യയുടെ കാര്യമാണ് പറഞ്ഞത്. കേരളത്തിൽ ഇന്ത്യയുടെ കാര്യമാണ്, മലയാളികളോടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ ബ്ലോക്ക് സുസ്ഥിരമായി തിരിച്ചു വന്നിരിക്കുന്നു. RSSനും BJPയും മുഖത്തടിച്ച പോലെ. അത് യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ, സഖാവ് യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുന്നത് ശ്രീ രാഹുൽ ഗാന്ധി നേരിട്ട് ചെയ്തു. അത് കോൺഗ്രസിന് ഭാവികളെങ്കിലും പറയണ്ടേ? എങ്ങനെയാണ് അദ്ദേഹം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടത്തുന്ന, പരസ്പരം യുദ്ധം ചെയ്യുന്ന രണ്ട് പാർട്ടികളുടെ ആ നിമിഷത്തിൽ രാഹുൽ ഗാന്ധി ഫോൺ എടുത്ത് മമത തൃണമൂലിന്റെ നേതൃത്വത്തെ വിളിക്കുകയാണ്. അതാണ് രാഷ്ട്രീയ ഇടപെടൽ. അതിനുശേഷം അവർ 28 തൃണമൂൽ കോൺഗ്രസ് MP ഇതിന് പിന്തുണയ്ക്കാൻ അതായിരുന്നു അത് ഓർക്കാപ്പുറത്തുള്ള RSSന് ലഭിച്ച വെട്ടായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അങ്ങനെയാണ്. അല്ല CPM ആളുമില്ല. അത് താങ്കൾ വെറുതെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്ത് റോളാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇന്ത്യ ബ്ലോക്കിന്റെ മുഖ്യ കക്ഷികളായ SPയെയും തൃണമൂൽ കോൺഗ്രസിനെയും ഒരുമിച്ച് അതിവേഗം കൊണ്ടുവരുവാനുള്ള ചടുലമായ നേതൃത്വ പാടവം ശ്രീ രാഹുൽ ഗാന്ധി കാണിച്ചു. അതാണ്ട് വിജയമായിരുന്നു. അവർ ഓർക്കാപ്പുറത്ത് RSSനെ ഏറ്റെടുത്ത ഈ അടി. അവർ
ഇനി അവർ ഇത് ജയിക്കുമെന്ന് കരുതി തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. അവർ തൃണമൂൽ വോട്ട് ചെയ്യുകയില്ല, മാറി അല്ലെങ്കിൽ ഇതിന് പുറപ്പെടില്ലായിരുന്നു. അവർ രണ്ട് ഉന്നമാണ്, ഒരു വെടിക്ക് രണ്ടെണ്ണമാണ് അവർ ഉദ്ദേശിച്ചു. ഒന്ന്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയം എന്നേക്കുമായി BJP-യുടെ ഏക പാർട്ടി ഭരണത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള തിരഞ്ഞെടുപ്പ് മണ്ഡല പുനർനിർണയവും ജെറിമാൻഡറിങ്ങും. എനിക്ക് അറിഞ്ഞുകൂടെ നല്ല വാക്കെന്താണ് ജെറിമാൻഡറിങ്, എങ്ങനെയാണ് അത്? ആസാമിൽ നടന്നതാണ് ജെറിമാൻഡറിങ്. അതായത് പ്രതിപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികൾക്ക് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ള മുസ്ലിങ്ങൾ കൂട്ടത്തോടെ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുക. അങ്ങനെ വലിയ ലോക്സഭയിൽ ഏകകക്ഷിയായി ഇവിടെ ഹിന്ദു രാഷ്ട്രം നടപ്പാക്കാനുള്ള അവരുടെ പരിപാടിയുമായി മുന്നോട്ട് പോകുക 2029 മുമ്പ്. അത്ര വലിയ പദ്ധതിയായി. ആ പദ്ധതിയാണ് അപ്രതീക്ഷിതമായി ഞാൻ പോലും കോൺഗ്രസും കൽക്കുടി ചെയ്യാൻ വേണ്ടി പറയാം. ഇവിടെ വനിതാ സംവരണ ബില്ലല്ല പരാജയപ്പെട്ടത്, ഡീലിമിറ്റേഷൻ മണ്ഡല പുനർനിർണയ ബില്ലാണ് പരാജയപ്പെട്ടത് എന്ന് വളരെ ക്ലിയർ ആണ്. ഇത് എത്ര പേരെ പ്രൊപ്പഗൻഡ ചെയ്താലും അത് അങ്ങനെ ഒരു വനിതാ ബില്ല് പരാജയപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ഒരു രാത്രിക്ക് മുമ്പേ അത് നോട്ടിഫൈ ചെയ്ത എല്ലാം അത് നമ്മൾ പറഞ്ഞല്ലോ, 3 ദിവസം ചർച്ച ചെയ്യാതെയാണ്. അത് വളരെ കൃത്യമാണ്. അതിനെപ്പറ്റി സംശയമില്ലല്ലോ, നമ്മൾ തമ്മിൽ അതിന് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടി ജനങ്ങളോട്, മലയാളികളോട് പറയണം. എങ്ങനെയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചത്? അതിനുശേഷം, ഈ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം വീണ്ടും ഫോൺ എടുത്ത് അവരോട് നേരിട്ട് നന്ദി പറഞ്ഞു. ആരോട്? അഭിഷേക് ചൗധരി അല്ലെ? ഇതാണ് ഞാൻ പറയുന്നത്. ഇതാണ് നിങ്ങൾക്ക് BJP അല്ല, കോൺഗ്രസ് പരാജയപ്പെട്ടു, കോൺഗ്രസ് ശക്തിയല്ല, ഇനി ഇന്ത്യ ബ്ലോക്ക് എങ്ങനെ ആര് നയിക്കും എന്നൊക്കെ വലിയ വിധയിലിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. 2 തരത്തിലുള്ള ആശ്വാസമായി. ഒന്ന്, ബംഗാൾ, തമിഴ്നാടിൽ ഈ സീറ്റ് വിലപ്പോവില്ല. 2, ഇന്ത്യൻ ജനാധിപത്യത്തെ എന്നേക്കുമായി ഏക പാർട്ടി ഭരണത്തിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രധാന കാൽവെപ്പിനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനവും ഇപ്പോഴത്തെ സ്തുത്യർഹമായ പ്രതിപക്ഷ ഐക്യവും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വവും തടഞ്ഞു. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഇവിടെ ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ ഈ സംഭവിച്ചത് എന്താണെന്നുള്ളത്. അത് സ്ത്രീ പ്രശ്നം എല്ലാവർക്കും അറിയാം. അവർക്ക് എന്താണ് പ്രശ്നം? അവർക്ക് വലിയ ഒരു ലോക്സഭയിൽ 33% കൊടുത്താൽ അപ്പോഴും BJP-യുടെ അംഗങ്ങളും അവർ പറയുന്ന സ്ത്രീകളുമായിട്ടുള്ള ഒരു ലോക്സഭയാണ് എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അല്ലാതെ അതിന്റെ 33% സമയം അതിക്രമിച്ചിട്ട് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതായത് സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങൾ, നമ്മൾ സംബോധിക്കുന്ന കേരളത്തിലെ ജനങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഈ ജനാധിപത്യ വിജയം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ RSS-നെയും BJP-യെയും കേരളത്തിൽ നിലം തൊട്ടാൽ സൂചി കുത്താനുള്ള ഇടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതൃത്വത്തിന്റെയും അവരുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ബഹുജനങ്ങളുടെയും രാഷ്ട്രീയ ഉത്തരവാദിത്തം. അത് തന്നെ സമ്മതിച്ചുകൊണ്ട് പറയട്ടെ. അതുകൊണ്ട് തന്നെ കേരള ജനത ദേശീയ പൊളിറ്റിക്സിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്ത് ഫോളോ ചെയ്യേണ്ട കേരള ജനതയെ. അതെ, ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. താങ്കൾ ഇത് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഇതുകൂടി പറയേണ്ടതുണ്ട്. ദേശീയമായിട്ട് ഗൗരവത്തിൽ എടുക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അടുത്ത ഒരു രസം കണ്ടു. താങ്കൾ ഡൽഹിയിലായതുകൊണ്ട് അറിയും. രമേശ് ചെന്നിത്തല അദ്ദേഹം ഇടയ്ക്ക് എഴുതാറുണ്ട്. പെട്ടെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ലേഖനം താങ്കൾ വായിച്ചിരിക്കാൻ ശ്രദ്ധയുണ്ടോ? താങ്കൾ കണ്ടിരിക്കാം. പെട്ടെന്ന് KC വേണുഗോപാൽ ഇന്ന് ഹിന്ദു പത്രത്തിന് ഒരു പ്രത്യേക അഭിമുഖം. ഇത് മനസ്സിലാവാൻ ആർക്കാണ് മനസ്സിലാവാത്തത്? കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കണ്ണിട്ടുകൊണ്ട് AICC-യുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രത്യേക അഭിമുഖം. എന്നിട്ട് അവിടെ പോലും അദ്ദേഹം പറയുന്നില്ല ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്ന്. അതാണ് ആ കാപട്യത്തിന്റെ എന്നെ വേദനിപ്പിച്ചത്. KC-യോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മുഖ്യമന്ത്രിയാണോ എന്ന്. അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞതാണ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്ന്. എന്നിട്ട് ആ ചോദ്യത്തിന് മറുപടി പറയാതെ അത് പിന്നീട് തീരുമാനിക്കുന്നത് ഞാനും ഉണ്ട് എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ ദേശീയ രാഷ്ട്രീയത്തിൽ. രമേശ് ചെന്നിത്തല പെട്ടെന്നൊരു ലേഖനം എഴുതുന്നു. സമയം ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. പിന്നെ അതുമാത്രമല്ല, വേണുഗോപാൽ സ്വന്തം മകളുടെ ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ
പ്രകാശനം സ്വയം നിർവഹിച്ച് ദേശീയ മാധ്യമങ്ങളിൽ വരുന്നു. ഇതൊക്കെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ മലയാളിയുടെ താല്പര്യമെങ്കിൽ ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത്തരത്തിലുള്ള കൊച്ചു കളികളിൽ അഭിരമിച്ചുകൊണ്ട് നിന്നാൽ ജനാധിപത്യം നഷ്ടപ്പെട്ടപ്പോഴും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അതേ കോൺഗ്രസിനെയും അച്യുതമേനോനെയും തിരഞ്ഞെടുത്ത സമൂഹമാണ്. അതുകൊണ്ട് അവരുടെ ധാരണ സുഖമായി കഴിയാൻ കഴിയുമെന്നാണെങ്കിൽ അത് ചരിത്രം ആവർത്തിക്കുകയില്ല, ദുരന്തമായി തന്നെ ഇനി പക്ഷെ ആവർത്തിച്ചേക്കും. അല്ല, ആ ഒരു ഇതില് നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വേണ്ടി വരുന്നു.